ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഡീപ് സീക്ക് ഷോക്കിൽ ലോക കോടീശ്വരന്മാരിലെ പ്രമുഖർക്ക് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായത് 9.34 ലക്ഷം കോടി രൂപയെന്ന് റിപ്പോർട്ട്. AI-യുമായി ബന്ധമുള്ള 500ഓളം ശതകോടീശ്വരന്മാർക്കാണ് അടിതെറ്റിയത്. 2023 മുതൽ AI മോഡലുകൾ വികസിപ്പിച്ചു വരുന്ന കമ്പനിയാണ് ഡീപ് സീക്ക് എങ്കിലും ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു അതിവേഗം ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഡീപ് സീക്ക് R1 ചാറ്റ്ബോട്ട് ലോകമെമ്പാടുമുള്ള ഡൗൺലോഡ് ചാർട്ടുകളിൽ ഒന്നാമതെത്തി. ശക്തമായ AI മോഡലുകൾ വികസിപ്പിക്കുന്നതിന് വൻതോതിൽ മൂലധന ചെലവ് അനിവാര്യമാണെന്നിരിക്കെ വെറും $5.6 മില്യൺ ചെലവാക്കിയാണ് ഡീപ് സീക്കിന്റെ വരവ്. ആഗോള നിക്ഷേപകരിൽ ആശങ്ക ഉയർത്താനിടയായതും അതുകൊണ്ടുതന്നെ. 2.5 വർഷത്തോളമായി വിപണിയുടെ മുന്നേറ്റത്തിലൂടെ വൻതോതിൽ നേട്ടമുണ്ടാക്കിയ ശതകോടീശ്വരന്മാർക്ക് കനത്ത ആഘാതമായ ഡീപ് സീക്കിന്റെ വരവ്. ബ്ലൂംബെർഗ് ബില്യണയേഴ്സ് സൂചിക പ്രകാരം എൻവിഡിയ CEO ഹുവാങ്ങിന്റെ സമ്പത്തിൽ 20% കുറവുണ്ടായി. ഒറാക്കിൾ സ്ഥാപകൻ ലാറി എല്ലിസൺ നേരിടേണ്ടി വന്നത് $22.6 ബില്യൺ നഷ്ടവും. ഡെല്ലിന്റെ സമ്പത്തിൽ $13 ബില്യൺ, ബയാൻസ് ഹോൾഡിംഗ്സിന്റെ സ്ഥാപകൻ ഷാൻപെങ്ങിന്റെ സ്വത്തിൽ $12.1 ബില്യൺ അപ്രത്യക്ഷമായി. അതേസമയം മെറ്റ പ്ലാറ്റ്ഫോംസ്, ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ് എന്നിവയുടെ AI മോഡലുകൾ ആഗോളതലത്തിൽ കോടീശ്വരന്മാരുടെ സമ്പത്തിൽ വൻ വർധനവിന് കാരണമായിരുന്നു. ChatGPT, ആൻഡ്രോപിക് ക്ലൗഡ് എന്നിവ ഉൾപ്പെടെയുള്ള എതിരാളികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി സ്വതന്ത്ര മോഡൽ വികസിപ്പിക്കാൻ ഡീപ് സീക്കിനായി എന്നതാണ് ആഗോളതലത്തിൽ ഉയർത്തിയ വെല്ലുവിളി. സിലിക്കൺ വാലിയിലെ AI മോഡലുകൾക്കായുള്ള മൂലധന ചെലവിന്റെ യുക്തി ചോദ്യം ചെയ്യാൻ നിക്ഷേപകരെ ഇത് പ്രേരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ ഡിസംബറിലെ ഇരുചക്ര വാഹന വിൽപ്പനയുടെ ഡാറ്റ പുറത്തുവിട്ട് യമഹ. കമ്പനിയുടെ വിൽപ്പനയിൽ യമഹ റേ ZR വീണ്ടും ഒന്നാമതെത്തി. 38.86% വാർഷിക വർധനയോടെ യമഹ റേ ZR മൊത്തം 12,002 യൂണിറ്റുകൾ സ്കൂട്ടറുകൾ വിറ്റാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. യമഹ FC മൊത്തം 8,558 യൂണിറ്റ് മോട്ടോർ സൈക്കിളുകൾ വിറ്റഴിച്ച് രണ്ടാം സ്ഥാനത്തെത്തി. അതേസമയം പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള യമഹ ഫാസിനോ 1.86% വാർഷിക ഇടിവോടെ 5,475 യൂണിറ്റുകൾ സ്കൂട്ടറുകൾ വിറ്റു. MT-15 ഈ വിൽപ്പന പട്ടികയിൽ നാലാം സ്ഥാനത്താണ്. മൊത്തം 5,224 യൂണിറ്റ് മോട്ടോർ സൈക്കിളുകൾ വിറ്റഴിച്ചു. വാർഷിക ഇടിവ് 18.43%. അഞ്ചാം സ്ഥാനത്തുള്ള R15 41.77% വാർഷിക ഇടിവോടെ 4,269 യൂണിറ്റ് മോട്ടോർ സൈക്കിളുകളാണ് വിറ്റത്. അതേസമയം യമഹ എയ്റോക്സ് ഈ വിൽപ്പന പട്ടികയിൽ ആറാം സ്ഥാനത്താണ്. 4.15% വാർഷിക ഇടിവോടെ ഈ കാലയളവിൽ എയ്റോക്സിന്റെ 1,248 യൂണിറ്റ് സ്കൂട്ടറുകളാണ് വിറ്റുപോയത്. അതേസമയം വിൽപ്പന പട്ടികയിൽ ഏഴാം സ്ഥാനത്തുള്ള യമഹ R3 MT-03 മോഡലുകൾക്ക് ആകെ 4 ഉപഭോക്താക്കളെ മാത്രമാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡാറ്റ മോഷണം തടയാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്കായി പുതിയ ഫീച്ചറുമായി ഗൂഗിൾ. ഐഡന്റിറ്റി ചെക്ക് എന്ന ബയോമെട്രിക് അധിഷ്ഠിത ഫീച്ചറാണ് ഗൂഗിൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫോൺ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഡാറ്റയെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഫീച്ചറിന്റെ ദൗത്യം. ഫോൺ വിശ്വസനീയമായ ലൊക്കേഷനുകൾക്ക് പുറത്തായിരിക്കുമ്പോൾ മാത്രമേ ഈ അധിക സുരക്ഷാ ഫീച്ചർ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ. ഫീച്ചറുകൾ പ്രവർത്തിക്കുന്ന ഫോണുകൾ മോഷ്ടിക്കപ്പെട്ടാലോ പാസ്വേഡും മറ്റും അറിയുന്ന ഒരാൾ എടുത്തു തുറന്ന് ഉപയോഗിക്കുന്നതോ ഈ ഫീച്ചർ തടയും. പാസ്വേഡ് ഉപയോഗിച്ച് ഫോൺ അൺലോക്ക് ചെയ്താലും മോഷ്ടിക്കപ്പെട്ടാലും ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഈ ഫീച്ചറിന്റെ പ്രധാന സവിശേഷത. വിശ്വസനീയമായ ലൊക്കേഷനുകൾക്ക് പുറത്തുള്ള ഫോണിലെ സെറ്റിംഗ്സുകളും അക്കൗണ്ടുകളും ആക്സസ് ചെയ്യുന്നതിന് ഒരാൾക്ക് അയാളുടെ ബയോമെട്രിക് വിവരങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. ഉപയോക്താക്കൾക്ക് ഒന്നിലധികം വിശ്വസനീയമായ ലൊക്കേഷനുകൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഫീച്ചറിനുണ്ട്. ഒരാൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ കൃത്യമായി ചേർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് പിൻകോഡ് മാറ്റാനും കഴിയില്ല. കൂടാതെ ഫൈൻഡ് മൈ ഡിവൈസ്, തെഫ്റ്റ് പ്രൊട്ടക്ഷൻ തുടങ്ങിയവ ഓഫാക്കാനും കഴിയില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും 3D ഫേസ് ഡിറ്റക്ഷനുമുള്ള സ്മാർട്ട് ഫോണുകളിൽ മാത്രമേ നിലവിൽ ഈ ഫീച്ചർ ലഭ്യമാകൂ. പിന്നീട് മറ്റ് ഫോണുകളിലും ഇത് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൊമാറ്റോയുടെ ഉടമസ്ഥതയിലുള്ള ക്വിക്ക് കൊമേഴ്സ് സ്ഥാപനമായ ബ്ലിങ്കിറ്റിലൂടെ ഇനി മൊബൈൽ ഫോണുകളും വിൽപ്പനയ്ക്ക്. ഓർഡർ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ ഇനി ഇഷ്ട ഫോൺ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തും. തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളിൽ അതിവേഗത്തിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഡെലിവറി നടത്താൻ തയ്യാറെടുക്കുകയാണ് ബ്ലിങ്കിറ്റ് ആപ്പ്. നിലവിൽ സ്റ്റോറേജ് ഡിവൈസുകൾ,
ഗെയിമിംഗ് കൺസോളുകൾ, പവർ ബാങ്ക്, ചാർജിംഗ് ബ്രിക്കുകൾ, കീബോർഡ്സ് എന്നീ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ബ്ലിങ്കിറ്റ് ആപ്പ് വഴി വിതരണം ചെയ്യുന്നത്. ഇനി ബ്ലിങ്കിറ്റ് വഴി നോക്കിയ, ഷവോമി ഫോണുകൾ ഓർഡർ ചെയ്യുകയും 10 മിനിറ്റിനുള്ളിൽ സ്വന്തമാക്കുകയും ചെയ്യാം. റെഡ്മി 13 5G, റെഡ്മി 14C, ഐഫോൺ 16, നോക്കിയ 105 എന്നീ ഫോണുകൾ ഇതിനകം ബ്ലിങ്കിറ്റ് ആപ്പുകളിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫോണുകൾക്ക് നോ കോസ്റ്റ് EMI ഓപ്ഷനും ലഭ്യമാണ്. SBI, HDFC, ICICI, ആക്സിസ്, കൊട്ടക് മഹീന്ദ്ര ബാങ്കുകൾ ആപ്പുമായി സഹകരിക്കുന്നുണ്ട്. താമസിയാതെ കൂടുതൽ ഫോണുകളും ബ്രാൻഡുകളും തങ്ങൾ ലഭ്യമാക്കുമെന്ന് ബ്ലിങ്കിറ്റ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ രാജ്യത്ത് കണക്റ്റഡ് ഫീച്ചറുകളുള്ള 6.75 ലക്ഷം കാറുകൾ വിറ്റഴിച്ചുവെന്ന് റിപ്പോർട്ട്. ഇന്ത്യയിൽ 14 മോഡലുകളിൽ 12 എണ്ണത്തിലും നിലവിൽ ചിപ്പ് ഘടിപ്പിച്ച കണക്റ്റഡ് കാർ ഫീച്ചറുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് 2019 2 മോഡലുകളിൽ മാത്രമായിരുന്നു ആദ്യം കണക്റ്റഡ് കാർ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചത്. ഇപ്പോൾ കമ്പനിയുടെ 12 മോഡലുകൾ ഈ സവിശേഷതകൾ സജ്ജീകരിച്ചിരിക്കുന്നതായി കമ്പനി അവകാശപ്പെട്ടു. 2019 മുതൽ കണക്റ്റഡ് ഫീച്ചറുകളുള്ള മൊത്തം 6,75,204 കാറുകൾ ഹ്യുണ്ടായി വിറ്റഴിച്ചുവെന്നാണ് പുതിയ കണക്കുകൾ. ഈ സാങ്കേതികവിദ്യയുടെ ജനപ്രീതി വ്യക്തമാക്കുന്നുവെന്നും കമ്പനി പറയുന്നു. 2019 മുതൽ 2024 വരെയുള്ള 6 വർഷത്തിനിടെയാണ് കമ്പനിയുടെ ഈ നേട്ടം. ഇൻബിൽറ്റ് സിം കാറുള്ള AI അടിസ്ഥാനമാക്കിയുള്ള പ്ലാറ്റ്ഫോമായ ബ്ലൂ ലിങ്കിലൂടെ കമ്പനി കണക്റ്റഡ് കാർ സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നു. ഹ്യുണ്ടായി ബ്ലൂ ലിങ്ക് വാഗ്ദാനം ചെയ്യുന്ന ഫീച്ചറുകൾ 2019 35 ഫീച്ചറുകളിൽ നിന്ന് 2024 70-ലധികമായി ഉയർന്നു. i20, i20 N-Line, എക്സ്റ്റർ, വെന്യൂ N-Line, വെർണ, ക്രെറ്റ N-Line, ക്രെറ്റ EV, അൽക്കാസർ, ട്യൂസൺ, അയോണിക് 5 ഇലക്ട്രിക് SUV തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഹ്യുണ്ടായി ബ്ലൂ ലിങ്ക്. ഇന്ത്യയിൽ എംബഡഡ് കണക്റ്റഡ് കാർ സാങ്കേതികവിദ്യ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ കമ്പനിയാണ് ഹ്യുണ്ടായി എന്ന് HMIL കോർപ്പറേറ്റ് പ്ലാനിംഗ് ഫംഗ്ഷൻ ഹെഡ് ജയവാൻ റിയു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.